Hi everyone, welcome back to my classroom. Today's topic is common size balance sheet. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്തത്. ഇന്ന് നമുക്ക് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റിൽ ബേസ് എന്ന് പറയുന്നത് ടോട്ടലായിരിക്കും. ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടും ബാലൻസ് ഷീറ്റ് ടോട്ടലുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ദെൻ prepare common size balance sheet of Sri Krishna Limited as on 31st March 2020. Equity and capital, അതിനകത്ത് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. നോൺ കറൻറ്റ് ലയബിലിറ്റീസ്, ദറ്റ് ഈസ് ലോങ് ടേം ലയബിലിറ്റീസ് ആണ്. കറൻറ്റ് ലയബിലിറ്റീസ് അതിൻ്റെ ടോട്ടൽ. ദെൻ അസറ്റ്സ് നോൺ കറൻറ്റ് അസറ്റ്സ് ഉണ്ട്, അതായത് ഫിക്സഡ് അസറ്റ്സ്. ദെൻ കറൻറ്റ് അസറ്റ് ടോട്ടൽ. ഇത്രയും ചെറിയൊരു ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. അത് 1 ഇയറിൻ്റെ ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഓഫ് ശ്രീകൃഷ്ണ ലിമിറ്റഡ്, ഹെഡിങ് കൊടുക്കുന്നു, ഡേറ്റ് കൊടുക്കുന്നു, പെർട്ടിക്കുലേഴ്സ് കോളം, 2 എമൗണ്ട് കോളം മതി. കാരണം ഇവിടെ 1 ഇയറിൻ്റെ ഇൻഫർമേഷനേ തന്നിട്ടുള്ളൂ. 2 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് 4 കോളം വേണം, 6 കോളം വേണം. 3 വർഷത്തെ ഇൻഫർമേഷൻ തരുവാണെങ്കിൽ. ഇവിടെ 1 വർഷം ആയതുകൊണ്ട് എമൗണ്ടും അതിൻ്റെ പെർസെൻറ്റേജ് മാത്രം കാണിക്കാം. പെർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം, പെർസെൻറ്റേജ് കോളം. ഫസ്റ്റ് ഐറ്റം ഇക്വിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ, ഹെഡിങ് കൊടുത്തു. അതിനകത്ത് ഷെയർ ക്യാപിറ്റലാണ് ആദ്യത്തെ ഐറ്റം. 2 lakh ആണ് എമൗണ്ട്. ടോട്ടൽ നമുക്ക് ബാലൻസ് ഷീറ്റ് ടോട്ടൽ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഇക്വിറ്റി ആൻഡ് ക്യാപിറ്റൽ 4 lakh ആണ്. അതേപോലെ അസറ്റ് 4 lakh. കാരണം ബാലൻസ് ഷീറ്റിൻ്റെ 2 ഐറ്റംസ്, അതായത് ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റലും അസറ്റും ഒരേ ടോട്ടലായിരിക്കും, 4 lakh ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റം ആ 4 lakh കൊണ്ടാണ് കമ്പയർ ചെയ്തിട്ടാണ് പെർസെൻറ്റേജ് കാണേണ്ടത്. ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ 2 lakh ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 100, ദറ്റ് ഈസ് 50% വരും. നോൺ കറൻറ്റ് ലയബിലിറ്റി 1,60,000 ആണ്. ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 40 കിട്ടും. കറൻറ്റ് ലയബിലിറ്റി ആണെങ്കിൽ 40,000 ആണ്. ഉള്ള എമൗണ്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ദെൻ ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 100 നമുക്ക് 10% കിട്ടും. ദെൻ ടോട്ടൽ ചെയ്യുന്നു. നമ്മൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി വേറെ ഐറ്റംസ് ഒന്നുമില്ല, ടോട്ടൽ ചെയ്തു. 100% ആയിരിക്കും അല്ലേ? ടോട്ടലായിട്ട് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ 100% ആണല്ലോ. ബേസ് അല്ലേ? ബേസ് എപ്പോഴും 100 എഴുതിക്കൊള്ളുക. ദെൻ അസറ്റ്സും നോൺ കറൻറ്റ് അസറ്റ് ടോട്ടലായിട്ടാണ് തന്നിട്ടുള്ളത് 3 lakh, അത് 75% ആണ് 4 lakhൻ്റെ. ദെൻ കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. 1 lakh ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 100, 25%. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. ഇവിടെ 1 വർഷത്തെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഒറ്റ വർഷത്തെ മാത്രം ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതുക. അതിനുശേഷം ക്ലാസ് 1 പ്രാവശ്യം കേട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ നമുക്ക് വേറൊരു പ്രോബ്ലം കൂടി നോക്കാം. ഇതിനകത്ത് ഐറ്റംസ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് വർക്കൗട്ട് ചെയ്യാനും കൂടുതലുണ്ടാവും. 2 വർഷത്തെ ഇൻഫർമേഷൻ തന്നിട്ടുള്ള വേറൊരു പ്രോബ്ലമാണ്. അശോക് ലിമിറ്റഡിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനാണ് കാണിച്ചിട്ടുള്ളത്. 2019 ഇൻഫർമേഷനും 20 ഇൻഫർമേഷനും ഉണ്ട്. ഇവിടെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ തന്നിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1, ഷെയർഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾക്ക് പ്രീവിയസ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർഹോൾഡേഴ്സ് ഫണ്ട് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഷെയർ ക്യാപിറ്റൽ, അത് പ്രിഫറൻസ് ഉണ്ടാവും, ഇക്വിറ്റി ഉണ്ടാവും, റിസർവ്സ് ആൻഡ് സർപ്ലസ്, പി&എൽ അക്കൗണ്ട്, അതർ റിസർവ്, ജനറൽ റിസർവ് എന്നൊക്കെ പറഞ്ഞതല്ലേ? അതെല്ലാം ചേർത്ത് അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഷെയർഹോൾഡേഴ്സ് ഫണ്ട്. നോൺ കറൻറ്റ് ലയബിലിറ്റിയിൽ ലോങ് ടേം ബോറോയിങ്സ് തന്നിട്ടുണ്ട്. ദെൻ കറൻറ്റ് ലയബിലിറ്റി ബിൽസ് പേയബിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ടോട്ടലാണ് 17,50,000 ആണ് തന്നിട്ടുള്ളത് കേട്ടോ. അതേപോലെ ഇവിടെ വേറെ തന്നിട്ടുള്ള അസറ്റ്സാണ്. അസറ്റ്സിൽ നോൺ കറൻറ്റ് അസറ്റ്സ് ഉണ്ട്. നോൺ കറൻറ്റ് അസറ്റ്സിൽ ഫിക്സഡ് അസറ്റ് ഉണ്ട്, നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, കറൻറ്റ് അസറ്റ്സ് സെപ്പറേറ്റ്, ക്യാഷ്, സ്റ്റോക്ക്, ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? രണ്ടും ടോട്ടൽ ഒരേപോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 17,50,000 13 lakh നമുക്കിവിടെ എന്ത് തന്നിട്ടുള്ളത്? ടോട്ടൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കും. ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടില്ലേ? നിങ്ങൾ മറക്കാതെ ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും ആദ്യം ഹെഡിങ്ങാണ് കൊടുക്കേണ്ടത് കേട്ടോ. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഹെഡിങ് കൊടുക്കുക. ഓഫ് അശോക് ലിമിറ്റഡ്, ഏതാണോ പേര് അത് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. ദെൻ പെർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം ഞാൻ പറഞ്ഞു നേരത്തെ 2 ഇയർ ഉണ്ട്, അപ്പോൾ 4 കോളം വരും, എമൗണ്ടും പെർസെൻറ്റേജ്. ഓക്കെ അല്ലേ? ഇനി തന്നതുപോലെ തന്നെ ഓരോ ഐറ്റംസും ഇൻഡിവിജ്വൽ ആൻഡ് ലയബിലിറ്റി മെയിൻ ഹെഡിങ് കൊടുത്തിട്ട് അതിൽ ആദ്യത്തെ ഐറ്റം ഷെയർഹോൾഡേഴ്സ് ഫണ്ട് ആയിരുന്നു. അതിൽ വരുന്ന ഓരോ ഐറ്റം എഴുതുക, ടോട്ടലായിട്ട് കമ്പയർ ചെയ്യാം.
2019 കമ്പയർ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? 17,50,000 കമ്പയർ ചെയ്യേണ്ടത് ഓരോ ഇൻഡിവിജ്വൽ ഐറ്റം. 4 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 22.86. റിസർവ്സിൻ്റെ കാര്യമാണെങ്കിൽ 3 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 17.14. ദെൻ കറൻറ്റ് ലയബിലിറ്റീസിൽ ലോങ് ടേം ബോറോവിങ് ഉണ്ട് 8 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. കറൻറ്റ് ലയബിലിറ്റിയും ബിൽസ് പേബിളൊക്കെ അങ്ങനെ തന്നെയാണ്. ഓരോ ഐറ്റംസ് കൂടുതലുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വലി ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് കാണും. ഇതേപോലെ 2020 കാണും. 2020 13 ലാക്കാണ് ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റം 13 ലാക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പെർസെൻറ്റേജ് കാണാം. ഓക്കെ അല്ലേ? 7 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 53.85. 19 ചെയ്ത പോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റം 17 ചെയ്യാം. ഓക്കെ, ഫാസ്റ്റായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിതങ്ങനെ നോക്കി അങ്ങനെ എഴുതണ്ട. ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതിയെടുത്തിട്ട് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോഴാണ് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. ബിൽസ് പേയബിൾ 2020 ഇല്ല, അതുകൊണ്ടാണ് അവിടെ ഹൈഫൺ ഇട്ടിട്ടുള്ളത്. അസറ്റ്സും ഇതേപോലെ നോൺ കറൻറ്റ് അസറ്റിൽ ഫിക്സഡ് അസറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ടോട്ടലായിട്ട് കമ്പയർ ചെയ്തിട്ട് 2 ഇയറിലും പെർസെൻറ്റേജ് കാണാം. നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ ചെയ്യുക. കറൻറ്റ് അസറ്റിൽ സ്റ്റോക്കും ക്യാഷുമാണ് തന്നിട്ടുള്ളത്, അതും അതുപോലെ ചെയ്യുക. ടോട്ടൽ അങ്ങനെ തന്നെ കാണിക്കാം. ഓക്കെ, ടോട്ടൽ എപ്പോഴും 100 ആയിരിക്കും. ടോട്ടലാണ് ഇവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത്. നമ്മൾ കമ്പയർ ചെയ്യുന്നത് ടോട്ടലിനെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടും ടോട്ടലായിട്ട് കമ്പയർ ചെയ്യും. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ നെറ്റ് സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റിലാണെങ്കിൽ നമ്മൾ ടോട്ടലായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.